ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴിന്നും സുപ്പ് കാർക്കൂന്തൽ അഴിച്ച് വരുമ്പോഴേ നിങ്ങൾക്കറിയാം എന്തെങ്കിലും നമ്മുടെ കാർക്കൂന്തലിനകത്ത പരിപാടിയാണെന്ന് കേട്ടോ. അപ്പോൾ ഇന്നും നമുക്ക് നമ്മുടെ കാർക്കൂന്തലൊക്കെ ഒന്ന് കറപ്പിക്കാം, വളർത്താം കേട്ടോ. അപ്പോൾ അടിപൊളിയാണിത് കേട്ടോ, കിടുക്കാച്ചിയാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. തുടർച്ചയായിട്ട് ആഴ്ചയിലൊന്നോ ഒക്കെ പറ്റാവുന്ന ഒന്നോ അല്ലെങ്കിൽ രണ്ടോ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഡൈ ആണ്, മുടി വളർച്ചയ്ക്ക് നല്ലതാണ്, മുടിക്കൊക്കെ നല്ല കളറ് കിട്ടും കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ എന്തൊക്കെ എടുത്തതെന്നും എങ്ങനെയാണ് അത് ചെയ്ത് കൊണ്ടുവന്നതെന്നും ഒന്ന് നോക്കിയിട്ട് നമുക്ക് വരാം. അപ്പോൾ നമുക്ക് ഹെന്ന തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഹെന്ന പൗഡറാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം, ഇത്ര മതി. പിന്നെ നമുക്ക് നെല്ലിക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഡേറ്റൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ വാങ്ങിക്കാൻ കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോഴെപ്പോഴും നമ്മൾ ഇതിൻ്റെ ഡേറ്റ് നോക്കുക, അല്ലാതെ ഓടിപ്പോയി ചാടി പിടിച്ച് നമ്മുടെ ആ കവർ എടുത്ത് പൊക്കിക്കൊണ്ട് വീട്ടിൽ വരരുത്. തീർച്ചയായിട്ടും കടക്കാരതൊന്നും നമ്മൾ വാങ്ങിച്ചാലായി വാങ്ങിച്ചില്ലേലായി, അവർക്കെന്താ. അപ്പോഴും നമ്മൾ നോക്കി തന്നെ വാങ്ങിക്കണം കേട്ടോ പറഞ്ഞേ. അപ്പോഴേ നമുക്ക് ഇവരെ 3 പേരെയും ഒന്ന് മിക്സ് ചെയ്യാൻ നമുക്ക് എന്താണ് എടുക്കേണ്ടത്, നമ്മുടെ കടിഞ്ചായ കേട്ടോ. അപ്പോൾ ഇടാൻ നേരം നമുക്ക് വേറെ സൂത്രം കൂടെ ചേർക്കണം കേട്ടോ. അപ്പം നമുക്ക് കടിഞ്ചായ ഒഴിച്ച്, നല്ല ആറിയ കടിഞ്ചായ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. സൂത്രം പറയാം. നമ്മൾ എണ്ണയൊക്കെ ഇങ്ങനെ തയ്യാറാക്കുമ്പോഴേ നമ്മൾ നടുക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇത് പെട്ടെന്ന് നമ്മൾ കലക്കിയെടുക്കാൻ നോക്കും. പക്ഷേ കുറച്ചിങ്ങനെ ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്യുന്ന എന്താണോ അതിനകത്ത് കുറച്ചിങ്ങനെ ഒഴിച്ചിട്ടുണ്ടല്ലോ, ഒരു സൈഡിൽ നിന്ന് നമ്മൾ എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് ഈ എണ്ണയൊക്കെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ ട്രിക്കാണ്, ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പോൾ മറ്റേ അല്ലാതില്ല, ഞാൻ ആദ്യം നമ്മൾ കാണിച്ചില്ലേ ഇങ്ങനെ, അപ്പോഴത്തേക്ക് ഈ പൊടിയെല്ലാം പറന്നു പോവും. അങ്ങനെ പറന്നു പോകണ്ട, ഇങ്ങനെ മിക്സ് ചെയ്തോളൂ കേട്ടോ. കുറേശ്ശെ ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. എളുപ്പമാണ് കേട്ടോ മിക്സ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ പറന്നൊന്നും പോകത്തില്ല ആ പൊടിയെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോഴിതാ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ മുടിയിലിടാൻ നേരം നമുക്ക് ഇതിനകത്ത് ഒരു സൂത്രം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. മുടിയിലിടാൻ സമയമാകുമ്പോൾ നമുക്ക് കാണാം എന്താണെന്ന് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാവരും വന്നല്ലോ അല്ലേ, കണ്ടല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ കടിഞ്ചായയിൽ നമ്മുടെ എണ്ണയും നെല്ലിക്കാപ്പൊടിയും പിന്നെ എന്താണ് നമ്മളിട്ടത്, എന്താണിട്ടത് കണ്ടവർക്കറിയാം. നിങ്ങൾ പറ, അന്നേരം എനിക്കറിയാവില്ല എന്തൊക്കെയായിട്ടെന്ന് നിങ്ങൾ കണ്ടെന്ന്. അപ്പോഴെന്തായാലും നമ്മൾ അത്രയും സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പറയണം കേട്ടോ. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല അതിനകത്ത്, അപ്പോൾ പറയണം. അപ്പോഴെനിക്കറിയാം നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്ന്. അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് മുട്ടയുടെ വെള്ള, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. മുടി വളർച്ചയ്ക്കും നല്ല കറുപ്പിനുമൊക്കെ നമുക്ക് ഈ മുട്ട വെള്ള ചേർത്ത് നമുക്ക് ഡൈ തയ്യാറാക്കാം. ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് രാവിലെ ഉണ്ടാക്കി വെച്ചതാണ് നമ്മുടെ ഈ കൂട്ട്. പുരട്ടാൻ നേരം നമുക്ക് ഈ മുട്ട മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്ത് വെച്ചേക്കണ്ട കേട്ടോ. നമ്മൾ മുടിയിൽ പുരട്ടാൻ നേരം മാത്രം നമ്മളിത് ഇട്ട് കൊടുത്താൽ മതി. ഒരു ഉണ്ണി മുട്ടയുടെ വെള്ള കേട്ടോ. ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത് ചെറിയ മുട്ടയാണ്. ആ കോഴിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ചെറിയ മുട്ട കിട്ടിയത്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ മുട്ടയുടെ വെള്ളം നമുക്ക് കിട്ടി. നമ്മുടെ ഈ മിക്സ് ഞാൻ ഇന്ന് ഈ ചട്ടിയിലാണ് എടുത്തത്. നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ എടുക്കണം കേട്ടോ. ഇങ്ങനെ ഡൈയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് തന്നെ എടുക്കാൻ നോക്കണം. ഇതിപ്പോൾ എനിക്ക് മറ്റേത് ഭയങ്കര വെയിറ്റ് കേട്ടോ ചീനച്ചട്ടി.
അതാണ് ഞാൻ ഇതെടുത്തത് കേട്ടോ. അപ്പോൾ മുടിയിലെ എണ്ണയൊന്നും ഞാൻ ഇന്നലെ മുടിയൊക്കെ കഴുകി വെച്ചിരുന്നതാണ്. ഇന്നിപ്പോൾ രാവിലെ എണ്ണയൊന്നും ഇല്ലാതെയാണ് രാവിലെ കുളിച്ചത്. ഇത് പുരട്ടിയിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി തലയൊക്കെ കഴുകി ഫ്രഷ് ആവാം. പിന്നെ നമ്മൾ കഴുകുമ്പം ഷാമ്പൂ ഒന്നും ഇട്ട് കൊടുക്കരുത്. നമ്മുടെ അങ്ങനെ മുട്ടയൊന്നും മിക്സ് ചെയ്തതാണ് ഞാൻ കേട്ടോ. ഇതാണ് നമ്മുടെ ഇത്. അപ്പോൾ ഇത് നമുക്കിനി നമ്മുടെ കാർക്കൂന്തലിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല കറുപ്പും മുടി വളർച്ചയ്ക്കും ഒക്കെ കിട്ടും. നേരത്തെ നിന്നും എൻ്റെ കാർക്കൂന്തൽ കണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട, ഈ പെണ്ണിന് ഇതേ ഉള്ള ജോലി, എങ്ങനെയെങ്കിലും ഇവനെ ഞാനൊന്ന് കറുപ്പിക്കാനും വളർത്താനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ചായാലും സന്തോഷമില്ലേ, എനിക്കൊരു ആശ്വാസമാണ്. എൻ്റെ ഒത്തിരി പേരുണ്ടെന്നുള്ളൊരു ആശ്വാസമൊക്കെ എനിക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. നമുക്ക് ഒരുമിച്ച് തന്നെ മുടി കറുപ്പിക്കുകയും വളർത്തുകയും എന്നും വെച്ച് നമുക്ക് കാൽപാദം വരെ വളരണമെന്നൊന്നുമില്ല. നമ്മളാരും അങ്ങനെയൊന്നും പറയത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് തന്നെയാണ് ഇന്നും സുപ്പു ഇട്ട് കൊടുക്കുന്നത്. കാണുന്നില്ലേ, ഇതാണ് കേട്ടോ. നമുക്ക് മുടിയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ വാലുള്ള ചീപ്പുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാൻ നമുക്ക് നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മൈലാഞ്ചിപ്പൊടിയൊക്കെ ചെയ്ത് നമ്മൾ കളറൊക്കെ ചെയ്ത് വെച്ചേക്കുവാണെന്ന് ഇന്നും ഞാൻ പറയുന്നുണ്ട്. അപ്പോഴാ കൂട്ടത്തിൽ 1-2 ദിവസം ഇടവിട്ട് നമ്മൾ ഇങ്ങനെയും ഹെന്നായും ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം, ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ആ മുടിക്ക് നിറവ്യത്യാസം വരുന്നത്. അല്ലാതെ നമ്മൾ മൈലാഞ്ചിപ്പൊടിയൊക്കെ ഇട്ട് കളർ ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞിട്ടൊന്നും നിങ്ങൾ അയ്യോ എൻ്റെ മുടി കറുത്തില്ലേ ചമന്നില്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തുടർച്ചയായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടൊക്കെ എനിക്ക് നര ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നരയെന്ന് ഞാൻ പറയത്തില്ല. വെള്ളയല്ല നമ്മുടെ നര, കളറ് വന്ന് മാറി വരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വിശ്വസിച്ച് ചെയ്യണം. നമ്മളല്ലാതെ വെറുതെ കള്ളത്തരമാണെന്ന് പറഞ്ഞ് ഇരിക്കരുത് കേട്ടോ. എന്തൊരു കാക്കച്ചി, അവൾക്കിപ്പം വെളുക്കാനുള്ള മരുന്ന് ഞാൻ കൊടുക്കണോ? ഇന്നിപ്പം നമ്മൾ വെളുക്കാനുള്ള മരുന്നല്ല ഇവിടെ തേക്കുന്നത്, കറക്കാനുള്ള മരുന്നാണ്. നിനക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണണം, എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട്. നമ്മൾ കാണുന്നോ അയ്യോ എവിടാ അവിടെ ഇരിക്കുന്നത്? കാണുന്നുണ്ടോ? പറന്നു പോയി കേട്ടോ. അവിടെ വന്നിരുന്നിട്ട് അങ്ങ് പോയി. ഇന്ന് അവൾ വെളുക്കാനുള്ള മരുന്നിന് വന്നതാ കേട്ടോ. പോവല്ലേ കുട്ടാ. ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കാക്കച്ച് വരെ വന്നെൻ്റെ പായ്ക്ക് തേടി ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു സംഭവത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, എല്ലാവരും പറയണം. അപ്പം നിങ്ങൾ പറ, ഞാൻ എന്താണ് അതിൽ ഇട്ടേക്കുന്നതെന്ന് പറയണം കേട്ടോ. അപ്പോഴേ എനിക്കറിയാം നിങ്ങളത് കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നെന്ന് എനിക്ക് അറിയണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുരുട്ട് ബുദ്ധികൾ ചെയ്ത് ഒക്കത്തുള്ളൂ എനിക്ക് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുക്കും മുടിയുടെ അറ്റത്തും. അവസാനം വരുന്നത് നമുക്ക് മുടിയിലിട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളി കിടുക്കാഴ്ചയാണ് ഈ ഒരു ഡൈ കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. മുട്ടയും കൂടെ ഒക്കെ ആകുമ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് നമുക്കിത് ചെയ്തിടാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ തലേന്ന് രാത്രിയിൽ ഇത് ഹെന്നായും ഈ ഞാൻ പറഞ്ഞ സംഭവം കൂടെ തലേന്ന് നമ്മൾ കുറുക്കി വെച്ചിട്ട് നമ്മൾ ഇടാൻ നേരെ നമ്മുടെ മുട്ട ചേർത്താൽ മതി കേട്ടോ. ഞാനെന്നാലും ഒരു 3-4 മണിക്കൂർ ഇവിടെ വെച്ചിരുന്നു കേട്ടോ. കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും നമ്മളിത് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് മുട്ടയൊന്നും തലേന്നേ ഇട്ട് വെക്കരുതേ, നാശകോശമായി പോവേ. നല്ല കാറ്റ്. കഴിവതും ഒരു
2 മണിക്കൂർ, കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെച്ചേക്കണേ നിങ്ങൾ. എന്നാലേ നമുക്കിതിനൊക്കെ ഒരു ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ കഴുകി കളഞ്ഞാൽ അത് നമ്മുടെ മുടിയിൽ പിടിക്കത്തില്ല കേട്ടോ. ഇത് നമ്മുടെ തലയ്ക്കും നല്ല തണുപ്പും, ചൂടാണ് എന്നാലും ഞാൻ പറയുകയാണ്, നെല്ലിക്കപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തതുകൊണ്ട് തന്നെ പനിയോ ജലദോഷമോ ഒന്നും പിടിക്കത്തില്ല. കടിഞ്ചായല്ലേ നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ ഇതേപോലെ പൗഡർ വാങ്ങിക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഡേറ്റ് നോക്കി വാങ്ങിക്കാൻ നോക്കണം. കടക്കാർ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് തരും, ഏതെങ്കിലും വർഷത്തെ 2020 എടുത്ത് തരും. അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്താൽ നമ്മുടെ മുടിക്ക് മാറ്റമൊന്നും കിട്ടത്തില്ല, റിസൾട്ടും കിട്ടത്തില്ല കേട്ടോ. അത് ചേട്ടന്മാരെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണെങ്കിലും നമ്മൾ പോയി വാങ്ങിക്കുമ്പോഴും തീർച്ചയായിട്ടും ഡേറ്റ് നോക്കി നമ്മൾ വാങ്ങിക്കാൻ നോക്കണം. എൻ്റെ ഈ രണ്ട് വശത്തും ഈ ഉള്ളിലുമാണ് നര വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോഴാദ്യമായിട്ട് ഇങ്ങനെ നര വരുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തോളൂ. പിന്നെ കെമിക്കൽ ഡൈ ചെയ്യാത്തവർക്കാണ് പെട്ടെന്ന് ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത്, സത്യമായിട്ടും കേട്ടോ. അങ്ങനെയുള്ളവർക്കാണ് പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നത്. ഞാൻ കെമിക്കൽ ഡൈ ഇതുവരെ തൊട്ടിട്ടില്ല നമ്മുടെ കാർക്കൂന്തലിൽ. അതുവരെയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ പോകാം. ഇതേമാതിരിയുള്ള നാച്ചുറൽ ഡൈയൊക്കെ അടിച്ച് നമുക്ക് മുടിയൊക്കെ കറുപ്പിച്ച് നമുക്ക് നടക്കാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും, നല്ലൊരു മാറ്റം കിട്ടും. 1 മാസം കൊണ്ടൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് മടിച്ചിരിക്കാതെ ചെയ്താൽ നല്ല റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. വിശ്വാസത്തോടെ ചെയ്യുക. ഏതൊരു കാര്യത്തിനും വിശ്വാസമാണ് മുഖ്യം കേട്ടോ. അല്ലാതെ കാണിക്കുന്നവരെയും തെറി പറഞ്ഞു തരുന്നവരെയും തെറി പറഞ്ഞു അങ്ങനെയൊക്കെ ഇരുന്നാൽ ഒരു മാറ്റവും കിട്ടത്തില്ല. പ്രത്യേകിച്ച് എൻ്റെ മുടിയിൽ ഞാൻ കെമിക്കൽ ഡൈ ഒന്നും അടിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മുടെ കാർക്കൂന്തലൊക്കെ ഇത്രയൊക്കെ ആയി. പഴയതിൽ നിന്നും ഒരു കുഞ്ഞു മാറ്റമൊക്കെ വന്നു തുടങ്ങി. നമ്മൾ ഒരാഴ്ച എന്നാൽ നമ്മൾ തുടർച്ചയായിട്ട് മുടി കിളിർക്കാനൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുത്തല്ലോ. അന്നേരം നമുക്കൊരു മാറ്റം വന്നു. പിന്നെ ഒരാഴ്ച ഞാൻ ചെയ്യാതിരുന്നു. വീണ്ടും നമ്മൾ ചെയ്ത് തുടങ്ങി. ഇത്രയൊക്കെ ആയി സുപ്പിന് മുടി കേട്ടോ. ഞാൻ ഒരിക്കലും ഒത്തിരി വേണമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കുളിക്കുമ്പോൾ എന്തായാലും എല്ലാവരുടെയും ഇച്ചിരിയൊക്കെ ആവും. ഇത്ര വരെയായി. നിങ്ങളിനി നോക്കി. ഇനി നമുക്ക് 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കൂടി ഇരിക്കുമ്പോൾ എൻ്റെ മുടിയുടെ നീളമൊക്കെ ഞാൻ കാണിക്കും കേട്ടോ. ഇവിടെ വരെയായി. ചുരുണ്ട മുടി ആയതുകൊണ്ട് തന്നെ എത്ര നമ്മൾ വലിച്ചു നീട്ടിയാലും മേളിലോട്ട് കയറും. അങ്ങനെ നമ്മൾ ഇട്ടു. കൈക്കുന്നുണ്ട് തിരുവാതിരക്കളിക്ക് പോകാം. ഇച്ചിരി ചുമപ്പൊക്കെ ഞാനിങ്ങനെ കൈ വെച്ച് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഡൈയൊക്കെ തേച്ച് ഞാൻ കൈ കഴുകി. ഇടയ്ക്ക് നമ്മുടെ ഇവനൊരു കുഴപ്പം കാണിച്ചു. അപ്പോഴൊന്ന് കൈ കഴുകിയിട്ട് വന്നതാട്ടോ. ഇതിനി നമ്മൾ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നിൽക്കാം. ഞാനൊരു 2-3 മണിക്കൂറൊക്കെ നിൽക്കും. എന്തായാലും നമ്മൾ ചെയ്തതല്ലേ, നമ്മുടെ മുടിക്ക് തന്നെയാണ് ഗുണം. നിങ്ങളുടെ ഇഷ്ടം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നിൽക്കണം. എന്നിട്ട് വാരി പിടിച്ചിങ്ങനെ കെട്ടി വെച്ചിട്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഉറങ്ങിയ തലവേദനയല്ല ആകും. ഇങ്ങനെയൊക്കെ ഡൈയൊക്കെ ഇടുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യണം. അതൊക്കെ ഇട്ടോളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് ദേഹത്തൊക്കെ ആകും. നിങ്ങളും ചെയ്ത് നോക്കണം. എന്തായാലും നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഡൈ ആണ് കേട്ടോ. മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ല പറ്റിയ ഒരു ഡൈ ആണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാർ കാണും, ചേട്ടന്മാർ കാണും കേട്ടോ. നിങ്ങൾ പൊരുത്തം കെട്ട ഫോണിന് നല്ല അടി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അവന് സ്റ്റോപ്പാവുന്നു കേട്ടോ. വീണ്ടും പോയി ഞാൻ കുത്തും. അങ്ങനെ എന്തായാലും നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ 2 മണിക്കൂറൊക്കെ നിൽക്കും കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലൊക്കെ ചെയ്യാം. 1 മണിക്കൂറെങ്കിലും കഴിയുന്നത് നിൽക്കാൻ നോക്കണം. അടിപൊളി ഒരു കിടുക്കാച്ചൊരു ഡൈ ആണ്. എല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് റിസൾട്ടൊക്കെ പറയണം. നല്ലൊരു മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും വിശ്വസിച്ച് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ എന്നോട് പറയണം. തുടർച്ചയായിട്ട് ചെയ്യാനും നോക്കണം. ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ.
എന്നാലേ അതിനൊരു മാറ്റം ഉണ്ടാവും. നമ്മൾ എല്ലാ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് നാച്ചുറൽ ഇതേമാതിരിയുള്ള കാജ് സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. നല്ലൊരു മാറ്റം നമ്മുടെ നരയ്ക്ക് കിട്ടും. നര അവിടെ തന്നെ കാണും, നര എങ്ങും പോകത്തില്ല. നരയ്ക്കൊരു കളർ മാറ്റം സംഭവിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം.